ഹലോ ചങ്ങന്മാരെ, നമ്മളിപ്പോൾ പുതിയ വീഡിയോ അതെ രണ്ട് ഇത് ഇവൻ്റെ വണ്ടിയാണ്. ഇവനിപ്പോൾ ഈ വണ്ടി 6 കണ്ടീഷനിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിന്റെ എക്സ്പെൻസുകൾ എന്തൊക്കെയുണ്ട് അത് ഫുള്ള് എനിക്ക് ക്ലിയർ ആക്കി തരുന്നുണ്ടോ? അപ്പൊ അതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്ന വീഡിയോ വെച്ചാൽ ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ ഓനിപ്പോൾ വണ്ടി ഇപ്പോൾ വർക്ക് എടുക്കണം പറഞ്ഞോട്. എൻ്റെ വണ്ടി ഉണ്ട് നമ്മൾ പറഞ്ഞാൽ അന്നാണ് പണിക്ക് വേണ്ടി പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ കിട്ടുന്ന പൈസ ഒക്കെ വണ്ടി മേലെ കയറ്റാണ്. അപ്പോൾ ഒരു എക്സ്പെൻസ് വെച്ചുകൊണ്ട് ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് വർക്ക് എടുക്കാൻ പറ്റിയ കണ്ടീഷനും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവന് ഈ വണ്ടി പെയിൻറ്റിങ് ചെയ്യണം, ഡിസ്ക് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവന് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷന് 6 കണ്ടീഷനിലാക്കണമെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് വരുന്ന ഫുള്ളായിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, വീഡിയോക്ക് പോവല്ലേ? എൻ്റെ കുടുംബക്കാരൻ എൻ്റെ വകയിലെ ഏട്ടനാണ്. അപ്പോൾ ഒന്നുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇനി വീഡിയോക്ക് പോവാം. ഈ ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെറ്റാക്കാൻ നമുക്ക് സാധാ പൾസറിൻ്റെ ഫുൾ സെറ്റാണ് ഇതിന് വരുന്നത്. സാധാ പൾസറിൻ്റെ ഫുൾ സെറ്റ്, റിമ്മ് സ്പെൻഡറിൻ്റെ സ്റ്റോക്ക് റിമ്മാണ് വരുന്നത്. പിന്നെ പൾസറിൻ്റെ കാലിബറി, പൾസറിൻ്റെ ഫോർക്ക് എല്ലാം പൾസറിൻ്റെ ആയിരുന്നു. ഇതിന് സെറ്റാക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് 6 ഹോൾസ് അടിക്കണം. നമ്മൾ ഹബ്ബിന് പൾസറിൻ്റെ ഹബ്ബും നമ്മൾ 6 ഹോൾസ് അടിച്ചുകൊണ്ട് ഈ ഡിസ്ക് ലൈറ്റ് വർക്ക് ചെയ്തേക്കാണ് നമ്മൾ. പിന്നെ ചെറിയൊരു സ്റ്റേ കൊടുത്തിരിക്കണം. കാലിബർ ഡിസ്ക് അത്യാവശ്യം വലിപ്പം കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ കാലിബർ കുറച്ച് വിട്ടിക്കാൻ വേണ്ടി ഡിസ്റ്റൻസ് വരാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റേ കൊടുത്തിരിക്കണം. അത്രയാണ് ഈ ഡിസ്കിൻ്റെ കാര്യത്തിൽ നമ്മൾ വർക്ക് ഇട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ഈ സെൻറ്റർ സ്ക്വയർ ഉണ്ടല്ലേ, ഈ സെൻറ്റർ സ്ക്വയർ ആയിട്ട് നമ്മൾ സ്റ്റോക്ക് സ്പെൻഡറിൻ്റെ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് നമ്മൾ നേരെ കട്ട് ചെയ്തേക്കാണ്. അതിൻ്റെ കുറച്ച് ബാക്കിലായിട്ട് ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്, എൻഡ് വരുന്നുണ്ട്. ആ സ്പെൻഡറിൻ്റെ സ്റ്റോക്ക് ലൈറ്റ് ആണ് കുറച്ച് പൊള്ള ടൈപ്പായിട്ട് വരുന്നത്. ആ സെൻറ്ററിൽ അതിൻ്റെ ഈ കുറച്ച് ഒരു 2 സെൻറ്റിമീറ്റർ കുറച്ച് അപ്പുറത്തായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നേരെ ഫൈബർ ഗ്ലാസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. ഇത് കണ്ടോ, എന്നിട്ട് ലാസ്റ്റ് സൈഡിൽ ഗമ്മിട്ടൊക്കെയാണ് സിലിക്കോണ്ടോ, അത് ഉള്ളിലേക്ക് വെള്ളം കാര്യങ്ങൾ പോകാതൊക്കെയാണ്. പിന്നെ നമുക്ക് ലൈറ്റും കാര്യങ്ങൾക്ക് കംപ്ലൈൻറ്റ് തരാതെ. പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ലൈറ്റ് പറഞ്ഞാൽ LED ലൈറ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളും ഉണ്ട്. പിന്നെ യെല്ലോ ലൈറ്റ് നമുക്ക് കോടയിലും കാര്യങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ലൈറ്റ്. ഈ 2 ലൈറ്റാണ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇതാണ് ഹാൻഡിൽ ഫുൾ സെറ്റ്, പിന്നെ ഈ ബ്രേക്ക് സെറ്റ്, പിന്നെ ഇവിടെ ഹൈറ്റ് നെറ്റ് ചെയ്തിരിക്കണേ ഏതാണ് ആ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ബ്രേക്ക് സെറ്റ് ഞാൻ ബ്രംബോനെ ബ്രേക്ക് സെറ്റ് ചെയ്തിരിക്കണേ. ഇത് കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷേ വലിയ മെച്ചമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇങ്ങനത്തെ സാധനം യൂസ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾ യോജിക്കുന്നത് എന്താ വെച്ചാൽ ബ്ലൈൻഡ് വരാതിരിക്കാം. അത് നമുക്ക് നമ്മുടെ ഭാഗ്യം പോലെ. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടും കുഴപ്പമില്ല. എൻ്റെ കൂട്ടുകാരൻ യൂസ് ചെയ്തിട്ട് അവർക്കൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട്, ലീക്കും കാര്യങ്ങളും ഇവിടുന്ന് വന്നിരിക്കണ്. പിന്നെ ഈ ലിവർ ഭയങ്കര ആട്ടം വരുന്നുണ്ട്, അങ്ങനത്തെ ഓരോ ടൈപ്പാണ് പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്തായിട്ട് ഈ സ്വിച്ച് സെറ്റാണ്. ഇത് വൈബെക്സിൻ്റെ ഫുൾ സെറ്റായിരുന്നു. ഇതെങ്ങനെ ചെയ്തെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് ഡയറക്റ്റ് സൂട്ടാണെന്നാണ് പറഞ്ഞത്. ഇനി ഇതിൻ്റെ അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിക്കോണിൻ്റെ ഹാൻഡിൽ, സ്പെൻഡറിൻ്റെ പുതിയ മോഡൽ സ്പെൻഡറിൻ്റെ ഫ്രണ്ട് സെൻറ്ററിൽ വരുന്നത്. പിന്നെ അതേപോലെ ഇത് ഗ്രിപ്പ് വരുന്നത് എബ്സെറ്റിൻ്റെ ആണ്, ഇത് ബുള്ളറ്റിൻ്റെ ആണ് വരുന്നത്. ഇതെങ്ങനെ ചെയ്യുക വെച്ചാൽ ഇത് ഹാൻഡിൽമേ നമ്മൾ പിരി ചെയ്താണ്ട് ത്രെഡ് ആയിട്ടാണ് പിരി ചെയ്താണ് ത്രെഡ്. ഇത് ലൈറ്റ് വർക്ക് അത്യാവശ്യം വർക്ക് ഉണ്ട്. പിന്നെ ഫുൾ സെറ്റ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ DM മെസ്സേജ് മതി ഇൻസ്റ്റയിൽ, ഞാൻ സെറ്റ് ചെയ്ത് തരാം. എൻ്റെ നമ്മളോടന ചെയ്തത്, ഈ വർക്ക് ഫുള്ളോടന ചെയ്തത്, എല്ലാ കാര്യങ്ങളും വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. പിന്നെ അടുത്തായിട്ട് പറയുന്നത് ഈ ഹൈറ്റ് നെറ്റാണ്. ഇത് 4 ഇഞ്ചിൻ്റെ ഹൈറ്റ് നെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇത് റെസ്റ്റ് വരാത്ത ടൈപ്പാണ്. ഇത് വീഡിയോയിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഇൻസ്റ്റയിൽ ഞാൻ ഒരു ചങ്ങനോട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. കുറേ ആൾക്കാർക്ക് ഈ റെസ്റ്റ് വരുന്ന തുരുമ്പ് വരുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു യൂസ്ഫുള്ളായിട്ട് വരുന്നൊരു സാധനമാണ് ഈ 4 ഇഞ്ചിൻ്റെ ഹൈറ്റ് നെറ്റ്. ഇത് റെസ്റ്റും കാര്യങ്ങളും വരില്ല. ഞാൻ ഇപ്പോൾ അത്യാവശ്യം യൂസ് ചെയ്തിട്ടിട്ട് ഇപ്പോൾ ഒരു 3 മാസമായി. എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനത്തെ പ്രശ്നം, പിന്നെ ലീക്കും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആകെ പ്രശ്നം വന്നത് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ ഇതാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അക്കൗണ്ട് തന്നെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ടൊക്കെ വെക്കും. പിന്നെ അങ്ങാടി ഇവിടെ പോകുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ തരം കൊണ്ട് കട്ടർ കൂടെ പോകുമ്പോൾ കുറച്ച് സ്പീഡ് പോകും, ഓഫ് റോഡ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ ഇവിടുത്തെ ഓയിൽസിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ മാറ്റേണ്ടി വന്നില്ല.
ഇതിൻ്റെ 2 ഓയിൽ സീൽ മാറ്റിന് തന്നെ ഏകദേശം 700 റുപ്യോളമാണ്. നോക്കണം. ഞാൻ പണിക്കണ പൈസ ഒക്കെ കഴിയുമ്പോൾ തന്നെ പോകണുള്ളൂ. ശരിക്കും നോക്കില്ല. വാപ്പയ്ക്ക് കുറേ വട്ടം പറഞ്ഞിരിക്കണേ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ 21 വയസ്സായി ഒരു ജോലി ശരിയായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകും, എഡിറ്റിങ് എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുന്നു. പിന്നെ ഇപ്പം പൊറ്റിയാണ്ട് പോകണ്ടേ. ഇത് ചില്ലറ ചിലവൊന്നുമല്ല. സ്പെൻഡർ പറയുമ്പോൾ ചിലവർക്ക് ചിലവൊന്നുമില്ല. സ്പെൻഡർ അല്ല, മൈലേജ് ഇല്ല. മൈലേജൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് മൈലേജ് ഇല്ല. പിക്കപ്പൊക്കെ പോയിക്കഴിഞ്ഞു. ഞാൻ പറയാൻ പറ്റിയ കാര്യമാണ് ഈ ഡിസ്ക് പറഞ്ഞാൽ ഇതെനിക്ക് വലിയ പെർഫോമൻസ് തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ ബ്രേക്കും കാര്യങ്ങളും പറഞ്ഞാൽ നമ്മൾ കമ്പനി കൊടുക്കുന്ന ഒരു പെർഫോമൻസ് ഇതിന് കിട്ടില്ല. എന്താ വെച്ചാൽ ഇത് നമ്മൾ കസ്റ്റം ചെയ്ത് ഉണ്ടാക്കുന്ന ടൈപ്പാണ്. എങ്ങനെ വെച്ചാൽ ഈ സ്റ്റേയും ഇതൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയുക പവറും തുമ്പൊക്കെ ടൈപ്പ് ഒറിജിനൽ സ്ക്രൂവും കാര്യങ്ങളും വെച്ച് ചെയ്താണ്. എന്താ വെച്ചാൽ നമ്മളെ ജീവൻ്റെ കാര്യമില്ല, നമ്മളെ ജീവൻ കൊണ്ടുപോകണ വണ്ടിയല്ല. അപ്പോൾ നമ്മളത് നോക്കണ്ടേ. അപ്പോൾ ഈ ഡിസ്ക് എനിക്ക് വലിയ പെർഫോമൻസ് ആയിട്ട് തോന്നിയില്ല. അതിന് മുന്നേ യൂസ് ചെയ്ത് പറഞ്ഞാൽ ഒരു NS ഡിസ്കിന്, പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ പൾസറിൻ്റെ സ്റ്റോക്ക് ഡിസ്കിന്. പക്ഷേ അതിൻ്റെ അത്ര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഒരു ഡിസ്ക്കും തോന്നിയിട്ടില്ല. കമ്പനി ഡിസ്കിന് ഒക്കില്ല ഈ ഡിസ്കൊന്നും. അപ്പോൾ അത് വിചാരിച്ചാണ് നിങ്ങൾ ചെയ്യാൻ നിൽക്കണം. പിന്നെ അതേമാതിരി ഷോ ഉണ്ടാവും. പിന്നെ ബ്രേക്കിംഗ് ഇല്ല എന്നല്ല പറയണേ, കുഴപ്പമില്ല, മീഡിയം പക്കയാണ്. വലിയ ഗുണം പറയാനൊന്നുമില്ല, പക്ഷേ കുഴപ്പമില്ല, കാണാൻ രസമുണ്ടാവും. ഇതേപോലെ നമ്മൾ ഈ വണ്ടിയും അഡീഷണലായിട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വണ്ടിക്ക് എതിരാണ്. വണ്ടിക്ക് കാരണം കമ്പനി കൊടുത്ത ഒരു പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് കിട്ടില്ല. പിന്നെ അതേപോലെ ഇപ്പോൾ സിലിണ്ടർ പോർട്ട് ചെയ്യേണ്ട സംഭവം കാര്യങ്ങളൊക്കെ വന്നിരിക്കണേ, ക്ലച്ചിൻ്റെ പരിപാടി, പവർ ക്ലച്ച്, അതൊക്കെ ഞാൻ അടുത്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് എല്ലാം അറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് നോക്കിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഏതായാലും എനിക്ക് ചെയ്യണമെന്നുണ്ട്. ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ പറയേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഞാൻ അടുത്തായിട്ട് പറയാൻ പോണേ ഷോക്ക് അപ്സർ. എനിക്ക് എബിന് ഷോക്ക് അപ്സറാണ് വരുന്നത്. അതിനല്ലേ ചെറിയ ഡൗട്ടുണ്ട്. ഞാൻ ചങ്ങായിക്ക് വിളിച്ചോ വേണം. അത് നിങ്ങൾക്ക് അറിയാം ഏത് ഷോക്ക് അപ്സറാണ്. പിന്നെ ഇത് ഹൈറ്റ് എങ്ങനെയാണ് ബാക്കിൽ ഇത്ര 1 ഇഞ്ച് കുറച്ചത് എങ്ങനെയാണ് പറയുന്നത്. എങ്ങനെയാ വെച്ചാൽ ഇത് സ്റ്റോക്ക് സ്പെൻഡറിൻ്റെ ടോപ്പിലുള്ള ഹൈറ്റ് നെറ്റ് ഉണ്ട്, അത് ഒരു ചെറിയ നെട്ടുണ്ട്, അത് നേരെ സെറ്റ് ചെയ്തൊക്കെയാണ്. ത്രെഡ് ഇതേപോലെ ഈ ഷോക്ക് അപ്സറിൻ്റെ പാകത്തിൻ്റെ ത്രെഡാക്കണം. അത് നേരെ കയറ്റാം. അപ്പോൾ 1 ഇഞ്ച് ബാക്ക് ഹൈറ്റ് കുറഞ്ഞുകൊണ്ട് ഫ്രണ്ട് പൊങ്ങിയ പോലെ കിട്ടും ഈ ഒരു പൊസിഷനിൽ. അപ്പം ഇനി അടുത്ത് സൈലൻസർ. സൈലൻസർ അപ്പോൾ ഇത് ഫോൾഡേഴ്സാണ് വരുന്നത്. ഫോൾഡേഴ്സ് പറഞ്ഞാൽ ഇതിൻ്റെ കമ്പനീൻ്റെ പേര് ഇവിടെ ഉണ്ടാവും. ഇതേപോലെ ഇവിടെ വാ ക്യാമറമാൻ. വേണ്ടോ ഇവിടെ ഉണ്ടോ ഈ എഴുത്തുണ്ടോ ഫോൾഡേഴ്സ് എന്നുള്ളൊരു ഇത്. ഫോൾഡേഴ്സ് എന്നുള്ള സൈലൻസറിന് ഇതുണ്ടാവും. HK അങ്ങനെ പല പല സൈലൻസറുണ്ട്. ഞാൻ നല്ലത് പറയണത് എൻ്റെ സൈലൻസർ വണ്ടി കിട്ടിയിട്ട് ഈ സൈലൻസർ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഓരോ സിലിണ്ടറിനനുസരിച്ചാണ് ഓരോ സൈലൻസറും വരിക. പിന്നെ അടുത്തായിട്ട് ഈ ഫൂട്ട് റെസ്റ്റ്, ഇത് FZൻ്റെ ഫൂട്ട് റെസ്റ്റാണ് വരുന്നത്. ഇത് FZൻ്റെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഈ ബോക്സ് വരുന്നത് 2000 മോഡൽ സ്പെൻഡറിൻ്റെയാണ്. ഇത് കുറച്ചും കൂടി ഭംഗിയുള്ള ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. RXZൻ്റെ ക്രാഷ് കാർഡ്, Zൻ്റെ സ്ട്രം കാർഡ്, ഈ 2 സാധനം കൂടി ഞാൻ ചെയ്തിരിക്കണ്. ഇതിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇതിൻ്റെ ഇവിടെ ആയിട്ട് ചെറിയൊരു ക്ലാമ്പ് കൊടുക്കുക, ഈ അകത്തേണ്ട് ഇങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇവിടെ ആയിട്ടൊരു ക്ലാമ്പ് ഉണ്ട്, ക്ലാമ്പ് കൊടുക്കുക, നേരെ സ്ക്രൂ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇവിടെ ടാഗ് ഇട്ട് നിർത്തുക. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ചെറിയൊരു പീസ് വെച്ചുകൊണ്ട് നേരെ ബെഡ് ചെയ്യുക. ഒരു സ്കെയിൽ പീസ് പോലത്തെ ഇങ്ങനത്തെ ഒരു പീസ് വെച്ചുകൊണ്ട് ബെഡ് ചെയ്യുക, നേരെ ഹോൾ കൊടുക്കുക, നേരെ ഫിറ്റ് ചെയ്യുക. അത്രയും. പിന്നെ ഇത് ക്രാഷ് കാർഡ് പറഞ്ഞാൽ ഈ ക്രാഷ് കാർഡിൻ്റെ സെൻട്രലായിട്ടൊരു ഹോൾ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ കമ്പനിയോട് ഇത് സെൻട്രലായിട്ടൊരു ഹോൾ കൊടുത്തിരിക്കുന്നു. അത് കുറച്ച് കയറ്റിയാണ്ട് നമ്മളെ സാധാരണ ഇടുന്ന ഹോൾക്ക് തന്നെ നേരെ സ്ക്രൂ ഇട്ടാണ്ട് സെറ്റാക്കുക. അപ്പോൾ കുറച്ചും കൂടി ഹൈറ്റിലായിട്ടാണ്ട് ക്രാഷ് കാർഡ് എടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. പിന്നെ ഫൂട്ട് റെസ്റ്റിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയൻ്റെ ഇൻഡിക്കേറ്ററാണ് വരുന്നത്. നമുക്ക് അടുത്തായിട്ട് പറയുമ്പോൾ ഈ ഹിമാലയൻ്റെ ഇൻഡിക്കേറ്ററാണ് ഇതിന് വരുന്നത്. ഇതിന് ഫുൾ സെറ്റിന് 6 റുപ്യേൻ്റെ ചോടേ ഉള്ളൂ. കറക്റ്റ് എനിക്കറിയില്ല, ഒന്നിന് 200 250 200 വരുന്നോ. പിന്നെ ഇതിന് ഇങ്ങനെ ഇതിന് സെറ്റാക്കി വെച്ചാൽ ഇത് ഹോൾ ചെയ്തൊക്കെയാണ്. ഇവിടെ ചെറിയൊരു ഹോളിട്ട് നേരെ സ്ക്രൂ ചെയ്തൊക്കെയാണ്. നമ്മൾ സ്റ്റോക്കിൻ്റെ നമുക്ക് ഉള്ളിലായിട്ടല്ലേ വരുന്നത് സാധാ ഇൻഡിക്കേറ്ററിന്. ഇത് അതേ ടൈപ്പല്ലേ, കുറച്ച് പറയും. ഇത് എനിക്ക് കുറച്ചൊരു ബെറ്റർ ആയിട്ട് തോന്നിയിരുന്നു. എന്താ വെച്ചാൽ സ്റ്റോക്ക് പറഞ്ഞാൽ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് ഈ അളക്കം കാര്യങ്ങൾ വരും. ഇത് അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ തട്ടിയാൽ പൊട്ടും, പെട്ടെന്ന് പൊട്ടും. എവിടെയും ചെറുതായിട്ട് വേണമെന്ന് തട്ടിയാൽ പെട്ടെന്ന് പൊട്ടും. അത്ര വലിയ ഉറപ്പൊന്നും ഇതിനെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഒറിജിനൽ സാധനമല്ലല്ലോ. അതിൻ്റെ ഒറിജിനൽ ഇൻഡിക്കേറ്ററിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇനി അടുത്തായിട്ട് പറയാൻ പോണേ ബാക്കത്തെ റിമ്മാണ്, ST റിമ്മ്. ഇതെങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ 16 ഇഞ്ചിൽ വീല്, പിന്നെ ഹബ്ബ് നമ്മുടെ സ്പെൻഡറിൻ്റെ സ്റ്റോക്ക് ഹബ്ബാണ്. പിന്നെ ബാക്കിയിൽ നമുക്ക് അറിയണം. പിന്നെ ടയർ വരുന്നത് ജാഗോറിൻ്റെ ടയറാണ്.
110 കേസിൽ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ടയറുണ്ട്. അത്യാവശ്യം കട്ടി വരും. പക്ഷേ ഇത് വണ്ടിക്ക് എന്താ വെച്ചാൽ വലിയൊരു സുഖമൊന്നുമില്ല ശരിക്കും. എന്താ വെച്ചാൽ കംഫർട്ടാണ്, ഈ ഓഫ് റോഡ് കാര്യങ്ങൾ പോകുന്നവർക്ക് കംഫർട്ടാണ്. പക്ഷേ എനിക്കെന്താ വെച്ചാൽ നമ്മൾ ഈ വണ്ടി പറഞ്ഞാൽ 97 cc ആയിരുന്നു. 97 cc വണ്ടിക്ക് അത്രക്കും എന്താ പറയുക കട്ടിങ് ആണല്ല ടയർ ഇട്ട് അതിനനുസരിച്ചുള്ള പെർഫോമൻസ് കിട്ടുള്ളൂ. അപ്പോൾ 16 ഇട്ടാൽ തന്നെ അത്യാവശ്യം മൈലേജ് കുറയും. പിന്നെ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും, ബാക്കി നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ അടുത്ത് ഇത് 18 വീലാണ്. എനിക്ക് ഒരാൾ ചോദിച്ചിരുന്നു ഇത് 16 ആണോ. ഇത് 18 വീല് വരുന്നത്. ഇത് ഒന്നാമത് പറഞ്ഞാൽ ഈ വീലിൻ്റെ ഗുണം കൊണ്ടാണ് 16 തോന്നുന്നത്. പക്ഷേ വലിയ ഗുണമൊന്നുമില്ല. ഇതിൻ്റെ ഓരോ കട്ടകൾ പൊന്തി കിടക്കുന്നുണ്ട്. C8-ൻ്റെ വലിയ പെർഫോമൻസ് ഒന്നുമില്ല. C8-ൻ്റെ ഉണ്ടോ ഇവിടുത്തെ തേഞ്ഞുകൾ ഇവിടുത്തെ പൊന്തി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓട്ടങ്ങൾ ഓട്ടുമ്പോൾ എനിക്കുണ്ട്. എന്താ വെച്ചാൽ ഇങ്ങനെ ചെറിയ ചാടി പോകും. നമുക്ക് കുതിര ഓടിക്കേണ്ട ആവശ്യമില്ല, ഈ വണ്ടി ഓടിച്ചാൽ തന്നെ മതി. ചെറിയ പ്രശ്നം ഇത് ഞാൻ എടുത്ത് മാറ്റും. എനിക്ക് വലിയ പെർഫോമൻസ് ഒന്നും തോന്നിയിട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വിചാരിച്ചിനി ഇതെന്താ തേയാത്തത് എന്താ കഴിയാത്തത്. പക്ഷേ ഇപ്പോഴത് മനസ്സിലായത് ഇതൊരു സൈഡ് മാത്രമേ തേയുന്നുള്ളൂ, സെൻറ്റർ അതേമാതിരിക്കുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ്. പെയിൻറ്റിങ് നമ്മുടെ ചങ്ങായി ആൻസിൻ്റെ അടുത്ത് നിർത്താം. ST തിരൂരാണ് വരുന്നത്. ആ കാണാം ആർക്കെങ്കിലൊക്കെ ഈ ഫുൾ വർക്ക് തന്നെ എടുത്ത് അവൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള എക്സ്പെൻസീവ് വണ്ടിക്ക് വരുന്നുണ്ട്. വർക്കിനനുസരിച്ചുള്ള എക്സ്പെൻസീവ് അത് നിങ്ങൾ എന്താ വെച്ചാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഞാൻ ഈ വണ്ടി അവിടെ നിന്ന് പണി ഇറക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം 40, 45, 50 ആ റേഞ്ച് കിട്ടും. ഈ വണ്ടീൻ്റെ വില 40, 35 ഉള്ളൂ ഒരു സ്റ്റോക്ക് കണ്ടിട്ടുണ്ട്. ഒരു റിന്യൂവൽ കഴിഞ്ഞൊരു 35 വരെ പേപ്പറിൽ ഒരു 30 വരെ പേപ്പറിലെ ഒരു നല്ലൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ വരുന്നത് 35 റുപ്യ 40 റുപ്യ കൂട്ടി. പക്ഷേ ആ വണ്ടിനെ പിന്നെ അഡീഷണൽ ആയിട്ട് 40 റുപ്യേൻ്റെ വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയാം ആ വണ്ടിക്കുള്ള പ്രൈസ് കൊണ്ട് തന്നെ. പിന്നെ മൈലേജ് കാര്യങ്ങളും പിന്നെ നമുക്ക് RX എടുക്കാൻ മാത്രമേ നമ്മുടെ കയ്യിൽ എമൗണ്ടും കാര്യങ്ങളും. പിന്നെ RX എനിക്ക് ചങ്ങന്മാരെടുത്തുണ്ട്. പക്ഷേ അതൊന്നും എടുക്കണം, ഒരു Z എടുക്കാമെന്നുള്ള കമ്പനി ഉണ്ട്. നോക്കട്ടെ, രണ്ടാലും ദുബായി പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് രാജാവിനെ പോലെ ഒരു വരവുണ്ട്. അത് പോട്ടെ. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം. ST-ന്നാണ് വർക്ക് എടുത്തത്. നിങ്ങൾക്ക് വർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് DM മെസ്സേജ് ആണ്, ഞങ്ങളുടെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം. പിന്നെ ഈ പെയിൻറ്റിങ്ങിന് എനിക്ക് എക്സ്പെൻസ് വന്നത് 11,000 ആണ്. 10-11 ആ റേഞ്ച് വന്നത്. ഗ്രാഫിക്സിന് 1000. പിന്നെ ഈ പെയിൻറ്റിങ്ങിന് പ്രത്യേകം വെച്ചാൽ രാത്രി ഫ്ലാഷ് അടിച്ചാൽ ഒരു നീല കളർ ഉണ്ടാവും. അതെനിക്ക് അറിയാം. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്താ വെച്ചാൽ ക്യാമറ ഇതുണ്ടോ നമ്മൾ ഒരു ദിവസം വണ്ടി തോത്തിയിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ കുത്തും പുള്ളിയൊക്കെ വരും. പിന്നെ ഏതൊരു പൂച്ച നശിച്ച പൂച്ച തുരുപ്പിടിച്ച പൂച്ച ഒന്ന് മാന്തിയതാ ഇവിടെ ഉണ്ട്. ഞാൻ പിന്നെ ലാമിനേഷൻ ചെയ്തുകൊണ്ട് എനിക്ക് വല്ലാതെ ഹേർട്ട് ചെയ്തില്ല. പിന്നെ ഇടക്കൊന്നാണ്ട് ബാക്കത്തെ റിമ്മും വന്നാണ്ട് മൂത്രമൊഴിച്ച് പോകും പൂച്ച. അപ്പോൾ റിമ്മുമ്മ തുരുമ്പ് വരും. എനിക്ക് ആകെ ഞാൻ എന്നിട്ട് കുറേ കല്ലെടുത്ത് അങ്ങനെ വിചാരിക്കുന്നു. പക്ഷേ പൂച്ചയാണ് പിന്നെ മൂക്കുമ്പോൾ കുരുണ്ടാവും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉമ്മ പറഞ്ഞുകൊണ്ട് പേടിയായി. പിന്നെ ഞാൻ നോക്കിയില്ല. പിന്നെ വണ്ടി നല്ലൊരു കട്ടൻ മങ്ങിയാണ്ട് മൂടിയിടാൻ നോക്കി. അതിനുശേഷം പിന്നെ പൂച്ച പാത്തിയിട്ടില്ല. പിന്നെ രണ്ട് പറഞ്ഞ് വണ്ടീൻ്റെ അടുത്ത് എന്തെങ്കിലും മൂടിയാണ്ട് പലക എന്തെങ്കിലും വെച്ചോളാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിട്ട്. എന്താ പ്രാണിയല്ലേ നമ്മൾ ഉപദ്രവിക്കരുതല്ലോ. അപ്പോൾ പെയിൻറ്റിൻ്റെ കഴിഞ്ഞ് ഗ്രാഫിക്സ് ഓൺ തന്നെ സെറ്റ് ആയി തന്നാണ് ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഇതന്നെ അടിക്കരുതല്ലോ, കോപ്പി അടിച്ചരുത്. വേറെ ഡിസൈനും ആണെങ്കിൽ നമ്മൾ ചോദിച്ചാൽ മതി, നമ്മൾ സെറ്റ് ചെയ്ത് തരും. 1000 വരുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം ഡീലേ ഉണ്ടാവും അവിടെ വർക്കിന് കൊടുക്കാന്നുണ്ടെങ്കിൽ. 3 മാസം 4 മാസം നിർത്തിയിട്ടുണ്ട് ഈ വണ്ടി. എന്നിട്ട് എനിക്ക് വണ്ടി കിട്ടിയത്. ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട്, ഡെയിലി 2 വട്ടം വിളിച്ചു. എന്താ വെച്ചാൽ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ വണ്ടി അത്രയ്ക്ക് ഇതല്ല. ഞാൻ ഒരാഴ്ച കഴിഞ്ഞാൽ വിളിച്ചു, പിന്നെ ഡെയിലി വിളിച്ചു. നമുക്ക് വണ്ടി എന്താ പറയുക അത്രയും പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പെരുന്നാൾക്കൊക്കെ വണ്ടി കിട്ടണമെന്ന് വിചാരിച്ചു. പക്ഷെ കിട്ടിയിട്ടില്ല. ആകെ സങ്കടം. ട്രിപ്പ് പോകാനൊന്നും വണ്ടി കിട്ടിയില്ല. പിന്നെ ചങ്ങായിമാരെ പോയിക്കാം. നമ്മൾ അടുത്തായിട്ട് പറയാൻ പോണ് RX-ൻ്റെ കരിയറാണ്. ഇത് നമ്മളെന്തെങ്കിലും ചെയ്ത് വെച്ചാൽ ഇത് സ്റ്റോക്കാണ് സ്പ്ലെൻഡറിൻ്റെ ഈ ഒരു പോർഷൻ വരുന്നത്. പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്തത്. എങ്ങനെ വെച്ചാൽ RX-ൻ്റെ ഇവിടെ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു പീസ് ഉണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന പീസ് അത് കട്ട് ചെയ്യുക, ഇവിടുത്തെ പീസും കട്ട് ചെയ്യുക. എന്നിട്ട് നേരെ ഈ ഒരു പീസ് RX-ൻ്റെ ബാക്കിലത്തെ പോർഷൻ നേരെ വെക്കുക. എന്നിട്ട് ബെൽഡ് ചെയ്തുകൊണ്ട് സെറ്റ് ആക്കുക. അതാണ് ഇതിന്മേൽ ചെയ്തിരുന്നത്. വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ RX-ൻ്റെ 100-ൻ്റെ മറുകാട് ഫ്ലാപ്പ് വരുന്നത്. ഇത് സെറ്റ് ചെയ്യാൻ കുറച്ച് പാട് കിട്ടുന്നു. ഇത് ഒരാഴ്ച കഴിഞ്ഞാൽ ഈ സൈഡിൽ പോകും, പിന്നെ അടുത്ത ആഴ്ച ഈ സൈഡിൽ പോകും. അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇത് റബ്ബർ ടൈപ്പ് ആയിരുന്നു. ഫൈബർ ടൈപ്പ് വരുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരും. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ 2-3 ക്ലാമ്പ് കൊടുത്തിരുന്നു. എന്നിട്ട് ശരിയായത്. നമ്മുടെ നാട്ടിലൊരു വർഷാപ്പാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും വിട്ടുകളുന്നുണ്ടെങ്കിൽ ഈ ചെയിൻ കവറിൻ്റെ കാര്യം മെയിനായിട്ട്. ഈ ചെയിൻ കവർ ഈ വലിയ സൈസിലുള്ള ടയറിന് ചെയിൻ കവർ സെറ്റ് ആവില്ല.
കുറേ ആൾക്കാർ പറഞ്ഞു. കുറേ ആൾക്കാർ അങ്ങനത്തെ പ്രശ്നമുണ്ട്. ചെയിൻ കവർ ഉരുട്ട് നടക്കുക, ഇങ്ങോട്ട് ചെയിനിന് പൊടി അറിയാണ്ട് ചെയിൻ കേടുവരാം, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. പക്ഷേ നമുക്ക് അതിനൊക്കെ നമുക്കൊരു യൂസ്ഫുള്ളായിട്ട് ചെയിൻ കവർ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ടയറിൻ്റെ കറക്റ്റ് ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഈ ടോപ്പിൽ നിന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഈ ഒരു പോർഷൻ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അതങ്ങനെ കാണുന്നില്ല. ഇത് അനസ് വർക്ക് എടുത്ത് തന്നെയാണ്. അത്യാവശ്യം വൃത്തിയുള്ള വർക്ക് തന്നെ വണ്ടി മേടിച്ചിരുന്നു എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് പെയിൻറ്റിങ് എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ് കൊണ്ടടക്കാൻ. വൈറ്റാണ്, ചെറിയൊരു പൊടിപൊത്തുണ്ടെങ്കിൽ പെട്ടെന്ന് കാണും, ഡെയിലി തോന്നും. എൻ്റെ അയൽപത്തെ എൻ്റെ ബ്രദറിൻ്റെ പെണ്ണുങ്ങളൊക്കെ ചോദിക്കും, ഈ എന്താ എനിക്ക് തന്നെ പരിപാടി, ഈ ഇനിയിപ്പോൾ പെണ്ണിട്ട് കഴിഞ്ഞാൽ ഈ വണ്ടി ഒത്തിരി നിർത്തൂലേ, അങ്ങനെ ഒരു വർത്താനൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ പറഞ്ഞാൽ നമുക്കിപ്പോൾ പെണ്ണും കാര്യങ്ങളൊന്നും എന്താ പറയുക അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഡെയിലി പരിക്ക് ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ടൈമാകുമ്പോൾ നമ്മൾ രക്ഷപ്പെടും ഇൻഷാല്ലാ. അപ്പോൾ വണ്ടി ഡെയിലി തോട്ടില്ലെങ്കിൽ മനസ്സിൽ ഒരു ഇറങ്ങാറാ, അതെന്താ അറിയില്ല, അതിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഞാൻ ഇപ്പോൾ ഇതിൽ എല്ലാ കാര്യവും പറഞ്ഞതാണ്. എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ എന്തെങ്കിലും വിട്ടുകയെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചോണ്ട്. അപ്പോൾ അടുത്തായിട്ട് പറയാല് ഒന്നും പറയല്ല, ഫുള്ള് പറഞ്ഞു. ഇതിൽ കാട്ടാൻ മറന്നാണ്. ഇതാണ് നമ്മുടെ ക്യാമറമാൻ, ചൊറുക്കനാണ്. ഏത് ക്രീവാ തേക്കലൊന്നും അറിയില്ല എന്തായാലും. അപ്പോൾ ചങ്ങന്മാരെ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് ഒക്കെ പറഞ്ഞിരിക്കണം. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ടാവും, അത് നിങ്ങൾ നോക്കണം. അപ്പോൾ വീഡിയോ കഴിഞ്ഞില്ലേ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുള്ളൂ, അല്ലാതെ വെറുതെ ഇങ്ങനെ സബ്സ്ക്രൈബും ലൈക്കും വാരി കൂട്ടാനുള്ള പരിപാടിയല്ല. നമുക്കിപ്പോൾ യൂസും ലൈക്കും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ചെയ്യണം എന്തിനാ, ഒരാൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ പറഞ്ഞാൽ നമുക്കൊരു സന്തോഷകരം, ഒരിക്കലും സന്തോഷകരം. നമ്മൾ ഇങ്ങനെ ഓരോ റീലിടുമ്പോൾ ഒരാൾക്കാർ ചോദിച്ചിനി, ചങ്ങന്മാരായിട്ട് കുറേ സുഹൃത്തുക്കൾ ചോദിച്ചിനി ഇങ്ങനെ വീഡിയോ ചെയ്യുമോ. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ എൻ്റെ ഒരു ഇൻസ്പിറേഷൻ പറഞ്ഞാൽ നാട്ടിലെൻ്റെ ഒരു ആശയാക്കുണ്ട്, എൻ്റെ നാട്ടിൽ മൂപ്പർ ഇന്നലെ ഇങ്ങനെ പറഞ്ഞു ഇത് വീഡിയോ എടുക്കുക, എനാൻസൊക്കെ എങ്ങനെയല്ലേ കയറിയത്. അപ്പോൾ എനാൻസൻ്റെ അത്ര നിർത്തില്ലേലും നമ്മളൊരു മട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിമെന്നാവുകയെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കിയതാണ്. ഇൻഷാല്ലാ എവിടെയെങ്കിലും എത്തും, ഇഷ്ടപ്പെടും വിചാരിച്ച അല്ലേ. അപ്പോൾ നമ്മൾ ക്യാമറ കിട്ടും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ലാ. എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് കിട്ടുമോ നോക്കട്ടെ. നമ്മൾ അടുത്ത യൂസ്ഫുൾ വീഡിയോയിൽ ഇനി കാണാം. അപ്പോൾ ശരി, പിന്നെ അടുത്തതായിട്ട് എന്തെങ്കിലും യൂസ്ഫുൾ വീഡിയോ ഇടും, ഉറപ്പാണ് അല്ലേ, സെറ്റല്ലേ. അപ്പോൾ ഞങ്ങൾ വീഡിയോനോട് ബൈ വരുന്നു. ഓക്കെ.